നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയിലേക്കുള്ള 2 റിക്രൂട്ട്മെന്റുകളാണ്. അത് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, അത് SSLC അല്ലെങ്കിൽ ITI, ഡിപ്ലോമ, അതല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ്, BTech, MTech, അല്ലെ BSc, BA, അല്ലെ MSc, ഇങ്ങനെ വിവിധ ഡിഗ്രി, PG, ഡിപ്ലോമ, 10ാം ക്ലാസ്സുകാർക്ക് വരെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഒരു റിക്രൂട്ട്മെന്റിന് മാത്രം ഏതാണ്ട് 140-ലധികം ഒഴിവുകൾ ലഭ്യമാണ്. ഓർക്കുക, ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇത് പല വേക്കൻസികളും നമ്മുടെ കേരളത്തിൽ തന്നെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളുമാണ്. അപ്പോൾ ഈ 2 റിക്രൂട്ട്മെന്റുകളെ കുറിച്ചും മനസ്സിലാക്കുവാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കണക്ട് ചെയ്യാം. അതിൻ്റെ ഒരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ ഈ 2 വേക്കൻസിക്കും അപേക്ഷിക്കുവാനായിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ നോട്ടിഫിക്കേഷനും അപേക്ഷിക്കേണ്ട ലിങ്കും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് ISROയുടെ കീഴിലുള്ള ഫിസിക്കൽ റിസർച്ച് ലാബറട്ടറി PRL ഇവിടേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതേപോലെ ടെക്നീഷ്യൻ, ഈ 2 തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. അവർക്ക് ഈ ഫിസിക്കൽ റിസർച്ച് ലാബറട്ടറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയാൻ പോലെയുള്ള പല പ്രോജക്റ്റുകൾ അതിനൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ ISROയിലെ ഫിസിക്കൽ റിസർച്ച് ലാബറട്ടറിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. ഇവിടെ തന്നെ 2 പോസ്റ്റുകൾ ലഭ്യമാണ്. ഒന്ന് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലെവൽ 7, 1,42,400 വരെ പേ പാക്കേജ് ഉള്ള അവസരങ്ങളാണ്. ഇതിന് ഡിപ്ലോമക്കാർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ബാക്കിയുള്ള അവസരങ്ങൾ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലെവൽ 7 ഇവിടെ ആർക്കൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ കഴിഞ്ഞവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അത് സിവിലിൽ അവസരങ്ങളുണ്ട്, മെക്കാനിക്കലിലുണ്ട്, ഇലക്ട്രിക്കലുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, IT ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഈ ഓരോന്നിനും അപ്ലൈ ചെയ്യുവാൻ അതാത് വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. സെലക്ഷൻ എങ്ങനെയായിരിക്കും? റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു കരിക്കുലത്തെ ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ റിട്ടൺ ടെസ്റ്റിൻ്റെയും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിൻ്റെയും ബേസിസിലായിരിക്കും സെലക്ഷൻ. ഇനി ഇത് ടെക്നിക്കൽ അസിസ്റ്റന്റ് 1,42,400 വരെ പേ പാക്കേജ് ഉള്ളതാണെങ്കിൽ മറ്റൊരു സെറ്റ് ഓഫ് അവസരങ്ങൾ കൂടിയുണ്ട്. അത് ടെക്നീഷ്യൻ B എന്നുള്ളതാണ്. ഇത് 69,100 വരെ പേ പാക്കേജ് ഉള്ള അവസരങ്ങളാണ്. ഇത് കൂടുതലും 10ാം ക്ലാസ് കഴിഞ്ഞ് ITI അല്ലെങ്കിൽ NDC, NAC ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഫിറ്റർ, ടെർണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഇങ്ങനെയുള്ള മേഖലകളിലാണ് അവസരങ്ങളുള്ളത്. ഞാൻ മുമ്പ് സൂചിച്ച പോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI അല്ലെ NDC, NAC ഒക്കെ അതാത് വിഷയങ്ങളിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. മാർക്ക് പെർസെൻറ്റേജ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. എങ്ങനെയായിരിക്കും സെലക്ഷൻ? ഇവിടെയും റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ സ്കിൽ ടെസ്റ്റ്, ഒരു കരിക്കുലത്തെ ബേസ് ചെയ്തിട്ടുള്ള സ്കിൽ ടെസ്റ്റിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. അപ്പം ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, ഈ ഫിസിക്കൽ റിസർച്ച് ലാബറട്ടറിയിലേക്ക് 2 സെറ്റ് ഓഫ് തസ്തികകളിലാണ് അവസരങ്ങളുള്ളത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഉണ്ട്, അവിടെ ഇത്രയും വേക്കൻസികളാണുള്ളത്. അതുകൂടാതെ ടെക്നീഷ്യനിൽ ഇത്രയും അവസരങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒന്ന് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ഡിപ്ലോമക്കാർക്കാണ് അപേക്ഷിക്കാമെങ്കിൽ ടെക്നീഷ്യനായിട്ട് ITI ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് പ്രത്യേകം ഓർക്കുക, 18 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ 31-ാം തീയതി പ്രകാരമായിരിക്കും. ഇനി 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. SC STക്കാർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, അല്ലെ OBCക്കാർക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അങ്ങനെ എലിജിബിൾ കാറ്റഗറിക്കൊക്കെ ചില ഏജിൽ റിലാക്സേഷൻ ഉണ്ട്. ഇനി പേ അലവൻസസ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്ലൈ ചെയ്യുവാനായിട്ട് ആദ്യം നിങ്ങൾ 750 രൂപ അടയ്ക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് എഴുതുവാണെങ്കിൽ, അതായത് ടെസ്റ്റ് എഴുതാതെ മുങ്ങുന്നവരുണ്ട്, അവരെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒരു 750 രൂപ വെച്ചിരിക്കുന്നത്. ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ 500 രൂപ റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇൻ ഇഫക്റ്റ് 250 രൂപ ആയിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ. എന്നാൽ ഈ വുമണ്, SC ST, PWD, എക്സ് സർവീസ്മാൻ ഇങ്ങനെയുള്ളവർക്ക് ഫുള്ള് ആപ്ലിക്കേഷൻ ഫീ റീഫണ്ട് ചെയ്യുക. അപ്പോൾ ഇൻ ഇഫക്റ്റ് അവർക്ക് ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ആദ്യം എല്ലാവരും 750 രൂപ അടയ്ക്കണം എന്നുള്ള കാര്യം ഓർക്കുക. എക്സാം എഴുതുന്ന പക്ഷമായിരിക്കും ഞങ്ങൾക്കിത് റിട്ടേൺ ലഭിക്കുക.
അപ്പോൾ അതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫീയുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് പോയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 31/10 ഒക്ടോബർ 31 ആയിരിക്കും. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതുകൂടാതെ ടെക്നീഷ്യൻ, ഈ 2 തസ്തികയിലും എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സൊക്കെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു. നിങ്ങൾ ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൻ്റെ ഒക്കെ പങ്കെടുക്കാനായിട്ട് യാത്ര ചെയ്യുവാണെങ്കിൽ ആ ട്രാവലിംഗ് അലവൻസ് ഒക്കെ റീഫണ്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ ആദ്യ റിക്രൂട്ട്മെന്റിൽ നമ്മൾ കണ്ടത് ഡിപ്ലോമ അല്ലെങ്കിൽ ITIക്കാർക്കൊക്കെയുള്ള ചില അവസരങ്ങളാണെങ്കിൽ, ഇനി നമ്മൾ ISROയുടെ തന്നെ സതീഷ് ധവാൻ റിസർച്ച് സെന്റർ അവിടെ ലഭ്യമായിരിക്കുന്നുണ്ട്. 141 ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കൂടി ഒന്ന് മനസ്സിലാക്കുക. ഓർക്കുക, ഇനി പറയാൻ പോകുന്ന റിക്രൂട്ട്മെന്റിൽ 10ാം ക്ലാസ്സുകാർ, അല്ലെങ്കിൽ ITI, ഡിപ്ലോമ, അതല്ലെങ്കിൽ ഡിഗ്രി, BTech, MTech, MSc, അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളുണ്ട്. അതിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദാ ISROയുടെ കീഴിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ SHAR എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് കൂടെ സൂചിപ്പിക്കാം. ഇത് ശ്രീഹരിക്കോട്ടയിലാണ്. ശ്രീഹരിക്കോട്ട എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്, അതായത് നമ്മുടെ ചെന്നൈയുടെ ഒക്കെ അടുത്തുള്ള ഈ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇന്ത്യയുടെ പല റോക്കറ്റുകളും ഒക്കെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്റർ SHARലേക്കുള്ള റിക്രൂട്ട്മെന്റ് 16ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. വിവിധ തസ്തികകളിൽ ഹയറിങ് നടക്കുന്നുണ്ട്. ഒരു സെറ്റ് ഓഫ് തസ്തികകൾ സയന്റിസ്റ്റ്, എഞ്ചിനീയർ, ഇത് ലെവൽ 10 ആണ്. 1,77,500 വരെ പേ പാക്കേജുള്ള അവസരങ്ങളാണ്. ഇത് വിവിധ മേഖലകളിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മെഷീൻ ഡിസൈനിലുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലുണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് സയൻസ്, മെറ്റീരിയോളജി, അനാലിറ്റിക്കൽ കെമിസ്ട്രി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ വിവിധ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് മേഖലകളിലാണ് ഈ സയന്റിസ്റ്റുമാർ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്നത്. വളരെ മികച്ച ശമ്പളമുണ്ട്. എലിജിബിലിറ്റി ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. അതാത് മേഖലയിൽ ME, MTech അല്ലെ MSc ഒക്കെ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. എന്നാൽ ചിലതിലൊക്കെ ഇതൊക്കെ ME, MTech ഒക്കെ വേണം, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഒക്കെ. എന്നാൽ ഇതാ ഇവിടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലൊക്കെ ആണെങ്കിൽ BTech അല്ലെ BSc എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇവിടെ MSc അറ്റ്മോസ്ഫിയറിക് സയൻസ് പോലെയുള്ളതാണ്. അറ്റ്മോസ്ഫിയറിക് സയൻസ്, മെറ്റീരിയോളജി, ഇങ്ങനെയുള്ള മേഖലകളിൽ MSc ഇൻ അനാലിറ്റിക്കൽ കെമിസ്ട്രി ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക്, അല്ലെ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ഒക്കെ ഉള്ളവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ കൂടുതലും എഞ്ചിനീയേഴ്സിന് BTech, ME, MTech, MScക്കാർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ. ഇനി ഈ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ തന്നെ മറ്റ് അവസരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സെറ്റ് ഓഫ് അവസരം ഡിപ്ലോമക്കാർക്കുള്ള അവസരങ്ങൾ. അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് 1,42,400 വരെ പേ പാക്കേജുള്ള അവസരങ്ങൾ. ഇത് കൂടുതലും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്കുള്ള അവസരങ്ങളാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അവസരങ്ങളുണ്ട്, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുകൂടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ അവസരങ്ങളുണ്ട്. ഇതെല്ലാം ഡിപ്ലോമക്കാർക്കുള്ള അവസരങ്ങൾ. ഇനി മറ്റൊരു കാറ്റഗറി ഓഫ് അവസരങ്ങളുണ്ട്. സയന്റിഫിക് അസിസ്റ്റന്റ് 1,42,400 വരെ പേ പാക്കേജുള്ള അവസരങ്ങളുണ്ട്. കെമിസ്ട്രിയിൽ അവസരങ്ങളുണ്ട്. ഇത് BSc കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ സയൻസിൽ ഉള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ് BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഫൈൻ ആർട്സ്, ഫോട്ടോഗ്രാഫി, വിഷ്വൽ ആർട്സ്, സിനിമാറ്റോഗ്രഫി, അങ്ങനെയുള്ള അവസരങ്ങൾക്ക് BA ഫൈൻ ആർട്സിൽ അല്ലെങ്കിൽ അതാത് മേഖലയിൽ BA ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇനി ലൈബ്രറി അസിസ്റ്റന്റ് പോലെയുള്ള അവസരങ്ങളുണ്ട്. അതും 1,42,400 വരെ പേ പാക്കേജുള്ളതാണ്. ലൈബ്രറി അസിസ്റ്റന്റ് ആയിട്ട് അപേക്ഷിക്കാവുന്ന ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ്, അങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇനി ഞാൻ ഡിപ്ലോമക്കാർക്കുള്ള വേറെ കുറേ അവസരങ്ങൾ സൂചിപ്പിക്കാം. പിന്നെ 10ാം ക്ലാസ്സുകാർക്കൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. റേഡിയോഗ്രാഫറായിട്ട് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ റേഡിയോഗ്രഫി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതേപോലെ തന്നെ ഈ ടെക്നീഷ്യൻ 1,69,100 വരെ പേ പാക്കേജുള്ള ടെക്നീഷ്യൻ തസ്തികയുണ്ട്. SSLC കഴിഞ്ഞ് ITI ഉള്ളവർക്ക് അപേക്ഷിക്കാം. അത് കെമിക്കലിൽ അവസരങ്ങളുണ്ട്,
അതുകൂടാതെ ഇലക്ട്രീഷ്യനായിട്ട് അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫിറ്ററായിട്ട് അവസരങ്ങളുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ അവസരങ്ങളുണ്ട്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതേപോലെ പ്ലംബ് ഓപ്പറേറ്റർ കം മെക്കാനിക്കൽ, ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി, ഇലക്ട്രോണിക് മെക്കാനിക്ക്, പിന്നെ ബോയിലർ അറ്റൻഡൻറ്റ്, ഡീസൽ മെക്കാനിക്ക്, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്കൽ, ഇങ്ങനെയുള്ളതിനെല്ലാം 10ാം ക്ലാസ് കഴിഞ്ഞ് ITI അല്ലെങ്കിൽ NTC NAC ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇനി അടുത്ത സെറ്റ് ഓഫ് അവസരങ്ങൾ ഡ്രാഫ്റ്റ്സ്മാൻ്റെ അവസരങ്ങളുണ്ട്. ഇത് സിവിലില് 10ാം ക്ലാസ് കഴിഞ്ഞ് ITI അല്ലെങ്കിൽ NTC NAC ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. SSLC-ക്കാർക്കുള്ള അവസരങ്ങൾ കുക്കായിട്ട് മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. പക്ഷേ അതിനോടൊപ്പം 5 years എക്സ്പീരിയൻസ് കുക്കായിട്ട് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഫയർമെൻ ആയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ചില ഫിസിക്കൽ ഫിറ്റ്നസ് കൂടെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് മറ്റൊരു ക്വാളിഫിക്കേഷനിലെ പോലും ഫിറ്ററായിട്ട് ഫയർമാൻ ആയിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ ഡ്രൈവർ ഒടികളുണ്ട്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ. ഇതിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 3 year ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതേപോലെ നേഴ്സുമാർക്ക് അവസരങ്ങളുണ്ട്. ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞവർക്ക് ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, അത് SSLC കഴിഞ്ഞ ITI ഉള്ളവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ സയൻസിൽ SSLC കഴിഞ്ഞിട്ട് ITI ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പം ഇങ്ങനെ ഏതാണ്ട് 141ഓളം ഒഴിവുകളാണ് ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ഒക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സെലക്ഷൻ്റെ ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ, ഏജ് അങ്ങതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. ആപ്ലിക്കേഷൻ ഫീ ഇതെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ നോക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമെന്ന് തോന്നിയ ISROയിലെ 2 റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി നിങ്ങൾക്ക് നേരുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരുണ്ട്, നമ്മുടെ വാട്സാപ്പ് ചാനൽ, നമ്മുടെ വെബ്സൈറ്റ്, അതിലൂടെയൊക്കെ ജോലി തേടാം. എൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നന്ദി, നമസ്കാരം, താങ്ക് യു.